അടിപൊളിയാണ്. രാവിലെ 4 മണിക്ക് വന്നാണല്ലേ? ആ ഞാന് കുറച്ച് നേരത്തെ ഷോ ടിക്കറ്റ് എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല, രണ്ടാമത്തെ ഷോ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അടിപൊളിയാക്കും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിലപ്പോ എന്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് വിജയ് സാറിനെ ഒന്ന് കാണണം, എനിക്ക് കൂടെ ഒന്ന് അഭിനയിക്കണം. അതിന് വേണ്ടിട്ട് തന്നെ ഈ മുടി വളർത്തി 6-7 വർഷമായിട്ട്. അതാണ്. പിന്നെ കുറ്റം പറയുന്നവരും കമന്റ് എഴുതുന്നവർക്ക് എനിക്ക് പറയാനുള്ള, ഉണ്ണിക്കണ്ണ പണിക്ക് വൈറലാകണം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയല്ല. വിജയ് സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങണ കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് അഭിനയിക്കാൻ വേണ്ടി. ഇപ്പൊ വലിയ വലിയ പടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ഞാനിപ്പോ ചെയ്യുന്നുണ്ട്. വലിയ പടങ്ങളിൽ അതിൽ ഭാഗമാകാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ വിജയ് സാറിന് ഒരു പടവും കൂടി ഉള്ളൂന്ന് പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അടിപൊളിയാണ്. ഇന്ന് അടിപൊളിയാക്കണം. ഇന്ന് നമ്മൾ കേക്ക് മുറിക്കും, മുട്ടായി കൊടുക്കും, അടിപൊളിയാക്കും. ഞാൻ മംഗൾഡാമെന്ന്, പാലക്കാട്. അതെ അതെ അതെ. ഇന്നലെ എത്തി ഞാൻ ഇവിടെ. അവസാനത്തെ സിനിമ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ന്യൂസ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിഗിലിന്റെ ഓഡീഷന് പോയി, ലിയോന്റെ പോയിരുന്നു. അപ്പൊ എന്തായാലും അടുത്തതിലെങ്കിലും വിജയൻ സാറിന്റെ ഒന്ന് തൊട്ട് ബാക്കിൽ ആ സ്ക്രീനിലൊന്ന് നിൽക്കണം, വിജയ് സാർ നിൽക്കണം. അതാണ് എന്റെ ആഗ്രഹം. ഈ സിനിമയിലേക്കുള്ള രാഷ്ട്രീയം എങ്ങനെയാണ്? ഞാൻ അതില് രാഷ്ട്രീയത്തൊന്നും പറയില്ല, അതൊന്നും നമുക്ക് അറിയില്ല. അതൊക്കെ ഒരാൾക്കാരുടെ ഇഷ്ടമല്ലേ. എനിക്ക് വിജയ് സാറിനോട് അഭിനയിക്കുന്ന അത്രേ ആഗ്രഹമുള്ളൂ. സിനിമ നിർത്താന്ന് പറഞ്ഞ വിഷമമുണ്ടോ? വിഷമമുണ്ട്. എന്നാലും ഒരു സിനിമയൊക്കെ വർഷത്തിൽ ചെയ്യാം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് പിന്നെ അവരവരുടെ സ്വയമായിട്ടുള്ള കാര്യങ്ങളല്ലേ. ഈ ഗോട്ട് സിനിമയോടുള്ള പ്രതീക്ഷ എത്രത്തോളം? എനിക്ക് നല്ല പ്രതീക്ഷയാണ്. എന്തായാലും അടിപൊളി സൂപ്പർ മാസ് പടമാണ് ആയിരിക്കും. ഫസ്റ്റ് പോസ്റ്റർ കണ്ടപ്പോ എന്താ തോന്നിയത്? എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി, നല്ലൊരു വെറൈറ്റി, പുതിയ ഒരു പുതുമ, അങ്ങനെ വെറൈറ്റി അതൊക്കെ തോന്നി. എല്ലാ ഗെറ്റപ്പിനെ പോലെ തന്നെയാണ് ഇതിനകത്തുമുള്ള ഒരു പരാമർശം. അത് കറക്റ്റ്. അത് നമുക്കത് പറയാം, ഓരോ ആൾക്കാരുടെ ഓരോ ചിന്താഗതി. എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടാ. നല്ലൊരു പുതുമയും വെറൈറ്റിയും ഉണ്ട്. വിജയുടെ ഫാനാക്കാനുള്ള കാരണം എന്താ? എനിക്ക് വിജയ് സാറിനോടൊന്ന് അഭിനയിക്കണം, അതാണ് എന്റെ ആഗ്രഹം. പിന്നെ ആള് പറയുന്ന ഓരോ മോട്ടിവേഷൻ, പിന്നെ ആള് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് ചെന്നൈ വരെ നടക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്, പാലക്കാട്ടിന്ന്. അപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ പറഞ്ഞത്, തിരുവനന്തപുരത്തുള്ള മൻസൂർ ഒന്ന് വെയിറ്റ് ചെയ്യ്, തിരുവനന്തപുരത്ത് വരേണ്ടത്. അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത്. എന്തെങ്കിലും പാർട്ടി പുറത്താക്കിയിട്ടൊക്കെ ഉണ്ടോ വിജയനെ കാണാൻ പോയ സമയത്തൊക്കെ? എവിടുന്ന്? വിജയനെ കാണാൻ പോയ സന്ദർഭത്തിലൊക്കെ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായി? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ എന്താണ് ഇങ്ങനെ വരാൻ കാരണമായിട്ടുള്ളൊരു കാര്യം? ഇറങ്ങല്ലേ, അതിന്റെ സന്തോഷം, അതാണ് വന്നത്. அப்போ இதெல்லாம் கேட்கலாம் ஆர்டர் பண்ணி நாங்கள் எப்படி என்ன பண்ணுறது தெரியல, எனக்கு இப்போ அடுக்கிறது கடவுள். அப்போ என்ன பண்ணுறது